ഗുഡ് മോർണിംഗ് ഫ്രം ഗോവ. നമ്മൾ സ്റ്റേയുടെ ഫ്രണ്ടിൽ കുട്ടപ്പൻ നൈസായിട്ട് ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട്. മച്ചാനെ നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ട് നടന്നാണ് പോകാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ സമയം ഉച്ചയായി. പോകുന്നു നമ്മുടെ കൂട്ടംസ്. അപ്പം അവരെയും കൊണ്ട് ഇന്ന് ആദ്യമേ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഫുഡ് കഴിച്ചിട്ട് ബീച്ചിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ നിന്ന് എല്ലാം വാക്കബിൾ ഡിസ്റ്റൻസിലാണ്. അപ്പം നേരെ ഇച്ചിരി നടന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇനി ബീച്ചിലോട്ട് പോകാനുള്ള പ്ലാനാണ് കേട്ടോ. നമ്മൾ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ആ വഴിയിലാണ് നമ്മൾ ഇറങ്ങി വന്നത്. തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു ഷോപ്പ് കയറി. അവിടെ തന്നെ ഷോപ്പ് കണ്ടു, അവിടെ തന്നെ കയറി. വിശപ്പുണ്ടല്ല, ഇവിടെ ഓരോരുത്തർ വിളി തുടങ്ങി, വിശക്കണേ വിശക്കണേ. കണ്ട ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന മഹാൻ കണ്ട, ഈ മഹാനായിരുന്നു ഭയങ്കര വിശപ്പ്. അതെ, സംഭവം ഡ്രിങ്ക്സിന്റെ മെനുവാണ് എടുത്ത് വായിച്ചു. മക്കളെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പറയണം കേട്ടോ, നമുക്ക് GS അടിച്ച് കുടിക്കാം. എന്തുവാ ഓക്കെ സത്യ ശരി. അതാ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഉച്ചക്ക് നമ്മളിപ്പം ചിക്കൻ ബിരിയാണി നൂഡിൽസുമാണ് പറഞ്ഞ കേട്ടോ. കോണ്ടിനെൻ്റൽ ഐറ്റംസ് ഒക്കെ നമുക്ക് വൈകിട്ട് കഴിക്കാം. നമ്മുടെ ഫുഡ് ഐറ്റംസ് വന്നിട്ടുണ്ട്. ഇച്ചിരി നൂഡിൽസ്, ഹൈദരാബാദി സ്റ്റൈലാണെന്ന് തോന്നുന്നു ബിരിയാണി. എന്നിട്ട് അത് നമ്മളിൽ ഹാർട്ട് വരച്ചു കൊടുത്ത് കുത്തിപ്പൊട്ടി. ഞാനിവിടെ ഒരു ഹാപ്പി ഫേസ് വരച്ചു കൊടുത്തതാണ്. എൻ്റെ ഹാപ്പി ചുണ്ട് മാത്രം ഇവിടെ ഉണ്ട്, കണ്ണ് രണ്ടും കുത്തിപ്പൊട്ടിച്ച്. അപ്പം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ബീച്ചിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചേട്ടാ. നൈസ് ഫുഡായിരുന്നു. ഹൈദരാബാദി ബിരിയാണി സ്റ്റൈലിൽ തന്നെ ആയിരുന്നു സംഭവം. പക്ഷേ ഇവിടുത്തെ ഹൈലൈറ്റ് ഇതല്ല. ഇവിടെ ഒരു മാവ് കണ്ട, ഇവിടെ നിന്ന് കിളിച്ച മാവാണ്. എനിക്ക് ഒന്ന് കാറ്റടിച്ച് വല്ലതും വീണ് കാണും. അതാണ്, ഇതിനാണ് കൂടുതലും. സൂപ്പർ, എല്ലൊക്കെ തള്ളി വയ്ക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ വീണ മാവ് സർവൈവ്ഡ്. അതിൻ്റെ താണ്ട മാങ്ങയും പിടിച്ച് പോണ്ട്. അത് കണക്ക് തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും വളർന്നു പോയിട്ടുണ്ട് കേട്ടോ. മച്ചാൻ പൊളിയാണ്. അങ്ങനെ ആരൊക്കെ നമ്മളെ വീഴ്ത്താൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഗോവയിലെ ഈ മാവ്. കമോൺ ബ്രോ, യു കൻ ഡു ഇറ്റ്. ഗോവ ടൂടു. ഇപ്പം നമ്മൾ ബീച്ച് നമ്മളെ റൂമിൽ നിന്നൊരു 5 മിനിറ്റ് നടന്നപ്പോഴത്തേക്ക് നമ്മൾ ബീച്ചിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ ആ ഒരു വർക്കല ക്ലിഫ് സൈഡിലൂടെ നടക്കുന്ന ആ ഒരു സെയിം അല്ലേ, ആ ഒരു സെയിം ഫീല് തന്നെ. അതെ, ആ ഒരു അതേ കണക്ക് തന്നെ. ആ ഒരു ഗാലറിയുടെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ നടന്ന് വരാൻ നേരത്ത് നമ്മൾ ബീച്ചിലെത്തും. കൊള്ളാം. നോക്കട്ടെ, ബീച്ചിലോട്ടൊക്കെ ഇറങ്ങി. നല്ല ചൂടുണ്ട്. അതെ, ഇപ്പം പിള്ളേർക്ക് ഇപ്പം ബീച്ച് കാണണം, ഇപ്പം വെള്ളത്തിൽ ഇറങ്ങണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴേ വന്നത്. നോക്കട്ടെ, മിക്കവാറും ഇറങ്ങൂല. ഈ ഒരു ചൂട് കാണാൻ കാരണം മിക്കവാറും രണ്ടെണ്ണം കയറി പോരും. നോക്കാം. നമ്മൾ ബീച്ചിലിറങ്ങി വൈബിങ് തുടങ്ങിയിട്ടുണ്ട്. പിള്ളേർ ആദ്യമേ കടലിൽ കുളിക്കാനുള്ള പരിപാടിയൊക്കെയാണ്. അപ്പോൾ നല്ല ചൂടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് വരെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. നമുക്ക് കുറച്ച് നേരം നിന്നിട്ട് റൂമിലോട്ട് പോകാം. എന്നിട്ട് വൈകുന്നേരം കുറച്ചും കൂടെ വെയിൽ താരാൻ നേരത്ത് കുറച്ചും കൂടെ ബീച്ച് എൻജോയ് ചെയ്യാനായിട്ട് വരും. ജസ്റ്റ് ഒന്ന് നടക്കാം ഇപ്പോഴത്തേക്ക്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗീതം വായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ്, കല ഗുഡ് മോർണിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഗോവയിൽ നിന്നുള്ള 2ാമത്തെ ദിവസം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉള്ളൊരു ശ്രീകൃഷ്ണ പഞ്ചാബി ധാബയിലേക്ക് വന്നിരിക്കുകയാണ്. പക്ഷേ ഓർഡർ ചെയ്തത് സൗത്ത് ഇന്ത്യൻ ഫുഡാണ് ഒബ്വിയസ്ലി. ഞാൻ ഒരു മുംബൈ പോഹ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ കഴിച്ചു നോക്കാം.
അപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഒരു ഫോർട്ട് കാണാൻ പോവുക, പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു മ്യൂസിയം ഉണ്ട്. അപ്പോൾ അത് രണ്ടും കാണുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം എന്താണ് പരിപാടി എന്നുള്ളത് നോ പ്ലാൻസ്. മിക്കവാറും ബീച്ചിലായിരിക്കും. പിള്ളേർക്ക് ബീച്ചാണ് വൈബ്. നമുക്ക് നേരെ ബീച്ചിലോട്ട് പോകാനുള്ള പരിപാടികൾ നോക്കാം. ഓക്കെ, ഇതിനൊക്കെ ബീച്ചിൽ പോകണോ അതോ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോകണോ? മയിലിന് കാണാൻ പോകുന്ന സ്ഥലത്തോട്ടാണ് നമ്മൾ ആദ്യം പോകണത് രാവിലെ കേട്ടോ. ഓക്കെ അല്ലേ? സെറ്റാണോ? നോക്കട്ടെ, മുഖം നോക്കട്ടെ. സൂപ്പർ. വൈകിട്ട് ബീച്ചിൽ പോവാം. വൈകിട്ട് ബീച്ച്. ഓക്കെ. ഇത് കണ്ടിട്ട് നമ്മുടെ പൊങ്കലിനുമായിട്ടൊക്കെ ചെറിയ സാമ്യമുണ്ട്. മിക്കവാറും അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കും. പിള്ളേർ പൂരിയും അവൾ ഇഡ്ഡലിയാണ് പറഞ്ഞത് കേട്ടോ. ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് എൻ്റെ പൊന്നോ തിരിഞ്ഞ് നോക്കാതെ കണ്ണാടിയും വെച്ചിട്ട് നേരെ നടന്നങ്ങ് പോ. എന്ത് കരുണാനിധിക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്യാൻ വന്നതാണെന്ന് തോന്നുന്നു. വേറെ ഒന്നുമില്ല പ്രശ്നം. നല്ല വെയിലല്ലേ. ഓക്കെ, നമ്മൾ അങ്ങനെ അഗോഡ ഫോർട്ടിലെത്തിയിരിക്കുകയാണ്. ഗോവയിലെ നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ പോയി അഗോഡ ഫോർട്ടൊക്കെ കണ്ടിട്ട് വരാം. അപ്പോൾ വെച്ചിരിക്കുന്ന ഈ ഒരു ശലകത്തിൻ്റെ അർത്ഥം വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അഗോഡ മീൻസ് വാട്ടറിങ് പ്ലേസ്, അതായത് വെള്ളം കൊടുക്കുന്ന ശലം എന്നർത്ഥം വരുന്ന പോർച്ചുഗീസ് വേർഡിൽ നിന്നാണ് ഈ ഫോർട്ടിൻ്റെ പേര് കിട്ടിയിരിക്കുന്നത് കേട്ടോ. പോർച്ചുഗീസുകാർ നിർമ്മിച്ചതാണ്. അവരുടെ ബോട്ട് സേഫായിട്ട് പാർക്ക് ചെയ്യാനും ലോഡ് ചെയ്യാനും അൺലോഡ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് നിർമ്മിച്ച ഒരു ഫോർട്ടായിരിക്കും. 1600 കാലഘട്ടത്തിലാണ് ഈ ഒരു സംഭവം നിർമ്മിച്ചിരിക്കുന്നത്. ഇത്രയും ഓർമ്മയുള്ളൂ. ബാക്കി തിരിച്ചു വരാൻ നേരത്ത് വായിച്ചിട്ടും നമ്മുടെ വേണമെങ്കിൽ പറഞ്ഞു തരാം. ഞാൻ പഠിച്ചോളൂ. ഓക്കെ, അപ്പോൾ കറങ്ങി കാണാം നമുക്ക്. അപ്പം ഇന്ന് ഉച്ചയ്ക്കും അങ്ങനെ ഒരു സൗത്ത് ഇന്ത്യൻ സ്പോട്ട് കണ്ടുപിടിച്ചിരിക്കുകയാണ്. അത് പുള്ളിക്കാരൻ നമ്മളെ റോട്ടേ കൂടെ പോയപ്പോഴത്തേക്ക് നമ്മുടെ വണ്ടി കണ്ടിട്ട് പിടിച്ചു നിർത്തിയതല്ലേ അവളെ. പിടിച്ചു നിർത്തിയതാണ്. അവൾക്ക് സമയമല്ല, അവള് ഫുഡ് അടി. നമ്മൾ ആദ്യമേ തന്നെ ഒരു ഊണ് വാങ്ങിയായിരുന്നു കേട്ടോ. മീൻ കറിയും മീൻ പൊരിച്ചതും എല്ലാം. പിന്നെ നമ്മുടെ ഇതിനകത്ത് എരിശ്ശേരി ഉണ്ടായിരുന്നു. ക്യാബേജ് കറി അല്ല, കോളിഫ്ലവർ കറി ഉണ്ടായിരുന്നു. ഇതിനകത്ത് നമ്മുടെ മെഴുക്ക്, മറ്റേ ഇതിൻ്റെ വഴുതണങ്ങ മെഴുക്ക്, ആ പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് എന്ത് വരുന്നു? അച്ചാർ, പിന്നെ ചോറ് കേട്ടോ. അടിപൊളി പപ്പടം. പപ്പടം ഓഹോ, അച്ചമ്മ ഉണ്ടാക്കുന്ന മീനിൻ്റെ ടേസ്റ്റൊക്കെ ഇവിടെ കിട്ടിയെന്ന്. പിന്നെ ഇവർ രണ്ടുപേരും നല്ല പൊറോട്ടയും ചിക്കൻ കറിയും ഓർഡർ ചെയ്ത്, പിന്നെ ഒരു നെയ്മീൻ ഫ്രൈയും കൂടെ ഉണ്ട്. 2 പീസ് ഉണ്ടായിരുന്നു. 1 പീസ് ആൾറെഡി പോയി. ഫുഡ് കണ്ടതിൻ്റെയും പിന്നെ പുള്ളിക്കാരുടെ അടുത്ത് സംസാരിച്ചിട്ട് ഇരുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിൽ നമുക്ക് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. വീഡിയോ എടുക്കുന്നതിന് മറന്നുപോയി. കാടമം എന്നാണ് പ്ലേസിൻ്റെ പേരല്ലേ? കാടമം. ഇവിടെ ഏലക്ക. ഗോവയിൽ തന്നെയാണ് സ്പോട്ട്. ഞാൻ ഫ്രണ്ടിൽ നിന്ന് കാണിച്ചു തരാം. ആംബിയൻസ് എല്ലാം സൂപ്പറാണ്. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രബന്ധമരം വീണ്ടും അടുത്തൊരു പാർക്കുണ്ട്. നല്ല അടിപൊളി മലയാളി ആംബിയൻസ് ഇവിടെ ഇങ്ങനെ തുളുമ്പി നിൽക്കുന്നു കേട്ടോ. ആ ചേട്ടനാണ് നമ്മളെ ഞാൻ കാണിച്ചത്. ഹായ്, ചുമ്മാ ഒരു ഹായ് പറയാനായിട്ട് വിളിച്ചത്. ഈ ചേട്ടൻ്റെ പേര് ആരുണ്ടെന്ന് തന്നെയാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് സൈക്ലിംഗ് ചവിട്ടി കാശ്മീർ, ലഡാക്ക്, മണാലി എല്ലായിടത്തും പോയ ആളാണ്. ഗുഡ് സ്പോട്ട്. അല്ല, സംഭവം എന്താ പറയുമോ, നമ്മൾ ആദ്യമേ എല്ലായിടത്തും കയറാൻ നേരത്ത് ഫുഡ് കഴിച്ച് വീഡിയോ എടുത്തിട്ടാണ് കഴിക്കുന്നത്. ഇത് മറന്നു. ഫുഡ് കിട്ടിയപ്പോഴത്തേക്കൊക്കെ കഴിച്ചു പോയി. നല്ല ഫുഡാണ് ഇവിടെ. കേരള ഫുഡ് ഇവിടെ കണ്ടപ്പോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് ചെയ്യുമല്ലോ മറന്നുപോയി. ആദ്യമേ കഴിക്കാനുള്ള കാൻഡലിലും നമ്മൾ മാത്രമേ ഉള്ളൂ ടൈപ്പ്. നൈസാണ്, നൈസ്. അപ്പോൾ ഫുഡ് ബാക്കിയും കൂടെ കഴിച്ചിട്ട്
അതേ ടേസ്റ്റ് മതിയടാ, സന്തോഷമായടാ. മനസ്സ് നിറഞ്ഞു. അപ്പം എന്താണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ശരിക്കും മുതലാളിനെ നമ്മുടെ ഫ്രണ്ടിൽ കിട്ടിയിട്ടുണ്ട്. ഹായ് ബ്രോ, ബ്രോന്റെ പേരെന്തുവായിരുന്നു? ജോജസ്റ്റ്. അതെ, ഈ ബ്രോയാണ് ഇവിടെ പ്രോപ്പർട്ടി ഫുള്ള് മാനേജ് ചെയ്യുന്നത്. ഈ റെസ്റ്റോറൻറ്റും ബ്രോയിൻ്റെ ആണല്ലേ? അപ്പം ഈ പ്രോപ്പർട്ടിനെ കുറിച്ച് ഒന്ന് പറയാമോ? നമസ്കാരമുണ്ട്. ആക്ച്വലി പ്രോപ്പർട്ടീനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇതൊരു 6-7 മാസത്തോളം ആവുന്നുള്ളൂ നമ്മൾ കേരള റെസ്റ്റോറൻ്റ് ആയിട്ട് ഇത് കൺവേർട്ട് ചെയ്തിട്ട്. ഒരു മൾട്ടി കുഷൻ റെസ്റ്റോറൻ്റ് ആയിരുന്നു. അപ്പോൾ മലയാളികൾ ഇവിടെ ശരിക്കും ഈ ഫുഡിൻ്റെ കാര്യത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതായത് സാധാരണ ഹോട്ടലിൽ നിന്ന് കഴിച്ച് നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഫുഡും ഈ കോണ്ടിനെൻ്റൽ ഫുഡൊന്നും നമ്മുടെ ആളുകൾക്ക് ഒന്നാമത് സുപരിതമല്ല. അതുപോലെ തന്നെ ഇത് വയറിന് വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചും ഫാമിലി ആയിട്ട് വരുമ്പോൾ, ഗ്രൂപ്പായിട്ട് വരുമ്പോഴൊക്കെ അതായത് വയറിന് എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് ഹോളിഡേ അവിടെ സ്പോയിലായി പോവുകയാണ്. സൗത്ത് ഇന്ത്യൻ എന്ന് പറഞ്ഞാലും പക്ഷേ കിട്ടുന്ന സൗത്ത് ഇന്ത്യൻ ആയിരിക്കില്ല. ആ സൗത്ത് ഇന്ത്യൻ ആയിരിക്കില്ല. പിന്നെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കേരള ഫുഡ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുന്ന ഫുഡല്ല, നമ്മൾ ഓരോ ദിവസം ഉണ്ടാക്കുന്ന ഫുഡാണിത്. ഇവിടെ മിക്ക സ്ഥലങ്ങളും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇത് അവർ ഡീപ് ഫ്രീസ് ചെയ്തിട്ട് ചൂടാക്കി തരുന്ന ഒരു സമ്പ്രദായം ഗോവയിൽ അങ്ങനെ നടക്കുന്നുണ്ടത്. അപ്പോൾ മലയാളികൾ മാത്രം മെയിനായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന, അതായത് ഫാമിലി അങ്ങനെയുള്ള ആളുകൾ ഉദ്ദേശിച്ചാണ് നമ്മൾ ഈ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം നല്ല റെസ്പോൺസ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഏകദേശം എത്ര റൂമുണ്ട്? നമുക്ക് ഒരു ഇവിടെ 5 റൂംസാണ് ഉള്ളൂ. നമുക്ക് ടോട്ടൽ നമുക്ക് 45 റൂംസ് ഈ കാന്തോളിം ഏരിയ തന്നെയുണ്ട്. പിന്നെ കല്ലങ്കോടും ഭാഗ്യം നമുക്ക് പ്രോപ്പർട്ടീസ് അവൈലബിൾ ആണ്. അപ്പോൾ അത് നമുക്ക് അതുപോലെ പാക്കേജ് ആയിട്ടും ചെയ്യുന്നുണ്ട്. പാക്കേജ് ആയിട്ടെന്ന് വെച്ചാൽ ഗ്രൂപ്പായിട്ട് വരുന്ന ആളുകൾക്ക് ഫുഡ്, ഇത് പിക്കപ്പ്, ഡ്രോപ്പ്, അതിൻ്റെ ഇടയ്ക്കുള്ള എല്ലാ ആക്ടിവിറ്റീസും കൂടെ കൂട്ടിയുള്ള എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫുഡ് ഇൻക്ലൂഡ് ചെയ്തിട്ട്. ബ്രോയിനെ കോൺടാക്ട് ചെയ്താൽ മതി. അങ്ങനെയുള്ള എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം. ഇൻസ്റ്റാഗ്രാം ആണോ അതോ ഫോൺ നമ്പർ? ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഇത് കാർഡമം കേരള റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അതുപോലെ തന്നെ യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ എവിടെ വേണമെങ്കിലും നമുക്ക് ഡീറ്റെയിൽസ് കിട്ടും. അത് ഓക്കെ. ഞാനപ്പോൾ എന്തായാലും എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. വീഡിയോ കണ്ടിട്ട് ഒരാളെങ്കിലും വരുന്നെങ്കിൽ ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടട്ടെ അല്ലേ? താങ്ക് യു. അടിപൊളി ഫുഡായിരുന്നു. നമ്മളിപ്പോൾ കഴിച്ച എൻ്റെ റിവ്യൂ പറഞ്ഞതേ ഉള്ളൂ. സൂപ്പർ ഫുഡായിരുന്നു. എല്ലാവരും പക്കാ സാറ്റിസ്ഫൈഡ് കേട്ടോ. ഓക്കെ. അപ്പം അതാണ് ഈ പ്രോപ്പർട്ടിയും അതിൻ്റെ വിശേഷങ്ങളും. അപ്പം കേരളത്തിൽ നിന്ന് ആരെങ്കിലും ഗോവയിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കേരള ഫുഡും കേരള സ്റ്റൈലിലുള്ള പാട്ടും കേട്ട് റൂമിലിരിക്കാനായിട്ട് ഈ ഒരു പ്രോപ്പർട്ടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഡീറ്റെയിൽസ് ഫുള്ള് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ബൈ. നമ്മൾ സ്മൃതിയും കുട്ടികളെയും റൂമിലാക്കിയിട്ട് ഒരു സ്ഥലം വരെ വന്നിരിക്കുകയാണ്. പേടിക്കണ്ട, പബ്ബൊന്നുമല്ല. നമ്മൾ വണ്ടി ഒന്ന് കാണിക്കാൻ കൊണ്ടുവന്നു കേട്ടോ. ഇന്ന് ഗോവയിൽ വെച്ച് നല്ലോണം വണ്ടി ലീക്കായി. നമുക്ക് കാണാൻ പറ്റും നല്ലോണം. നല്ല ഡ്രിപ്പല്ല, ഇത്ര നാൾ ഓരോ ഡ്രിപ്പായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം മറ്റേ പൈപ്പിൽ നിന്ന് വെള്ളം പോകുന്നുണ്ട്, നല്ലോണം പോകുന്നുണ്ട്. അങ്ങനെ ജസ്റ്റ് ഇവിടെ നിന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ച്. ഇനി ഇതും വെച്ചുകൊണ്ട് നാട് വരെ ഓടിച്ച് നമുക്ക് തിരിച്ച് എന്തുവെന്ന് പറയുന്നത് റിക്കവർ ചെയ്യാൻ പറ്റാത്തത്ര പ്രോബ്ലം ആവുന്നതിനെക്കാട്ടി മുമ്പേ കാണിച്ച് അങ്ങ് റെഡിയാക്കുന്നതല്ലേ നല്ലത്. സ്റ്റിച്ച് ഇൻ ടൈം ക്യാൻ സേവ് 100 എന്നല്ലേ. നമ്മൾ ആൾറെഡി നമ്മൾ ഇൻ ടൈം സ്റ്റിച്ച് ഇട്ടില്ല, ആൾറെഡി ഒരു 10-15 സ്റ്റിച്ച് ഇടേണ്ടി വരും മിക്കവാറും. അത്യാവശ്യം നല്ലോണം ലീക്ക് ആവുന്നു കേട്ടോ. വണ്ടി റിപ്പയർ ചെയ്ത് കിട്ടിയപ്പോഴത്തേക്കും വൈകുന്നേരമായി. പിന്നെ നമ്മൾ വീണ്ടും നമ്മുടെ ബീച്ച് സൈഡിലുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കുറച്ച് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് വൈബൊക്കെ അടിച്ച് അവിടെ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. കുട്ടികൾ ഒടുക്കത്തെ വൈബായിരുന്നു. അവർ മണലിലൊക്കെ കളിച്ച് ഉഴുത് മറിഞ്ഞ് തിരിച്ച് റൂമിൽ വന്നപ്പോഴത്തേക്ക് ഒരു 1.5 കിലോ മണൽ നമുക്ക് അവരുടെ ദേഹത്തുനിന്ന് മാത്രം കിട്ടി. പക്ഷേ ഈ ഒരു സമയത്ത് നമ്മൾ വലുതായിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല. നമ്മളുടേതായിട്ടുള്ള ഒരു ടൈം എൻജോയ് ചെയ്യുമായിരുന്നു. പിറ്റേന്ന് രാവിലെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങാനുള്ള പ്ലാനിലുമായിരുന്നു കേട്ടോ. നമ്മൾ ഈ ഒരു സ്ഥലത്താണ് ഈ ഒരു 2-3 മാസം സ്റ്റേ ചെയ്തത് കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളിപ്പം സ്റ്റേ ചെയ്തതിൽ വെച്ച് ഏറ്റവും നൈസ് പ്രോപ്പർട്ടി ഇതായിരുന്നു. വ്യൂ വെച്ചിട്ടാണെങ്കിൽ നമ്മുടെ പത്നി ടോപ്പിലെ പ്രോപ്പർട്ടി വാസ് ഓസം. അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ ഈ പ്രോപ്പർട്ടി കേട്ടോ കിട്ടില്ല. ഇതെന്ന് പറയുന്നത് അവരൊരു ഹാൻഡിക്രാഫ്റ്റ് ഹൗസായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതിനകത്ത് അവരുടെ ഷോപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ മുകളിലത്തെ നിലയിൽ അവർ താമസിക്കാൻ വേണ്ടി ബിൽഡ് ചെയ്ത നിലകളാണ്, അവർക്ക് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്ത നിലകളാണ്. അപ്പം ആ ഒരു പ്രോപ്പർ ഹോമിൻ്റെ ടച്ചുണ്ട്. നമ്മൾ സാധാരണ ഒരു ലോഡ്ജിൽ ചെയ്യാൻ നേരത്ത് നമ്മൾ കുറേ കാര്യങ്ങളിൽ പിശുക്ക് കാണിക്കത്തില്ലേ. അതായത് ഏറ്റവും ബെസ്റ്റ് സാനിറ്ററി ആയിരിക്കത്തില്ല, ഏറ്റവും ബെസ്റ്റ് കാർപ്പറ്റ്സോ അങ്ങനെ ഒന്നും ആയിരിക്കത്തില്ല. പക്ഷേ ഇവരവിടെ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കംഫർട്ടബിളായിട്ട് എങ്ങനെയാണോ ആ ഒരു രീതിക്കാണ് ആ ഒരു റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ അവരുടെ ഷോപ്പ് കേട്ടോ. ഇവിടെ ഇല്ലാത്ത സാധനങ്ങളില്ലെന്നാണ് തോന്നുന്നത്. കാർപ്പറ്റ്സും ഓർണമെൻറ്റ്സും പിന്നെ ഈ കുറച്ച് സ്റ്റാച്യൂസ് അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഇവിടുത്തെ ആളുടെ അടുത്ത് തന്നെ ചോദിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. സോ ദിസ് ഈസ് ഇറ്റ് സിൽക്ക്? നോ, this is the slick carpet, handmade, hand knotted. Awesome. This is from Kashmir. This is from Kashmir. Look at the details, guys. Please keep in mind that all of this is handmade. Beautiful. കാർപ്പറ്റ്സ്, വുഡ് കാർവിങ്സ്,
സെമി പ്രഷ്യസ് ജെം സ്റ്റോൺസ് വെച്ചിട്ടുള്ള ജുവല്ലറി, അങ്ങനെ ഇവരുടെ ഉണ്ടായിരുന്ന കളക്ഷൻ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത സാധനങ്ങളായിരുന്നു. നമുക്ക് ടച്ച് ചെയ്ത് നോക്കാനും എല്ലാം പറ്റിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു കാർപ്പറ്റിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ നമുക്ക് ടച്ച് ചെയ്യാൻ നേരത്ത് നമുക്ക് മനസ്സിലാവും. കാരണം അതിനകത്ത് തന്നെ സിൽക്കിൻ്റെയൊക്കെ ഉണ്ട്, അതിൻ്റെയൊക്കെ ലക്ഷങ്ങളാണ് വില വരുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് വിൻഡോ ഷോപ്പ് ചെയ്തതേ ഉള്ളൂ. എന്നിട്ട് ആഗ്രയിൽ നിന്നുള്ള മാർബിൾസിൻ്റെയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. എന്നിട്ട് കാശ്മീർ വാലിയിൽ നിന്നുള്ള വുഡ് വെച്ചിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ അന്ന്, അതായത് മൂന്നാമത്തെ ദിവസം എന്ന് വേണമെങ്കിൽ പറയാതെ, നമ്മൾ ഗോവയിലെത്തിയിട്ട് മൂന്നാമത്തെ ദിവസം രാവിലെ അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ അടുത്ത ലക്ഷ്യസ്ഥാനമായ ഉടുപ്പിയിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ അത്രയൊക്കെയാണ് ഗോവയിലെ വിശേഷങ്ങൾ. ഒരുപാട് വീഡിയോ നമ്മളെ കാണിച്ചില്ലെന്നറിയാം, കാരണം നമ്മൾ കുറേയൊക്കെ എൻജോയ് ചെയ്യുമായിരുന്നു ഉടുപ്പ് അവിടെ നമ്മളെ ഗോവയിൽ കിടന്ന് കേട്ടോ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.